പുഞ്ചിരിക്കുന്ന സെമിനാരിക്കാരൻ. ആരാണ് ഈ സെമിനാരിക്കാരൻ? വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഈ ലോകത്തിൽ നിന്ന് ഈശോയുടെ പക്കലേക്ക് കടന്നുപോയ, ഈശോയെ ഒത്തിരി സ്നേഹിച്ച ഈശോയുടെ പ്രിയപ്പെട്ട സെമിനാരിക്കാരൻ. അവൻ്റെ പേരാണ് നിക്കോള ഡി ഒനോഫ്രിയോ. മരിയ മെഴ്സഡസ് കൊറിയ മക്ഡൊണാൾഡോ എന്ന് പറയുന്ന ഒരു യുവതി സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു അസുഖത്താൽ കഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ സഹോദരിയുടെ അമ്മ ഈ സെമിനാരിക്കാരനോട് പ്രാർത്ഥിച്ചു, നമ്മുടെ ഈ പ്രിയപ്പെട്ട പുഞ്ചിരിക്കുന്ന സെമിനാരിക്കാരനോട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മരിയ മെഴ്സഡസിൻ്റെ ലൈഫിൽ സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന അസുഖത്തിൽ നിന്നൊരു പൂർണ്ണ മോചനം ലഭിച്ചു. അവൻ ജനിക്കുന്നത് 1943 ഇറ്റലിയിൽ. അപ്പോൾ ചെറുപ്പം മുതലേ ഇവൻ്റെ മാതാപിതാക്കൾ നല്ല വിശ്വാസത്തിൽ വളർത്തി, പ്രാർത്ഥനാ ജീവിതത്തിൽ വളർത്തി. ഇവന് പരിചയമുള്ള ഒത്തിരി കമീലിയൻ ഫാദേഴ്സ്, അതായത് കമീലസ് ഡി ലെല്ലീസ് എന്ന് പറയുന്ന വിശുദ്ധൻ സ്ഥാപിച്ച കമീലിയൻ ഫാദേഴ്സിനെ ഇവൻ കാണുവാനിടയായി. അപ്പോൾ അവരുടെ ഉടുപ്പിലുള്ള നെഞ്ചിലെ ആ റെഡ് ക്രോസ് കണ്ട് ഇവൻ ഒത്തിരി അതിനോട്ട് ആകർഷിക്കപ്പെട്ടു. കാരണം ഈശോയുടെ സ്വന്തമാകാനായിട്ടാണ് ഇവൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചത്. അങ്ങനെ ഇവൻ കമീലിയൻ സഭയിൽ ചേർന്നു. അപ്പോൾ സെമിനാരി പഠനകാലത്ത് അധ്യാപകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കൂട്ടുകാർക്ക് മാതൃകയായ ഒരാളായിരുന്നു നിക്കോള. എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു സെമിനാരിക്കാരൻ. അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് നിക്കോളായ്ക്ക് ശാരീരിക അസ്വസ്ഥ്യം ഒത്തിരി ഉണ്ടാകുന്നത്, ഒത്തിരി വേദനകളാണ് അനുഭവിക്കാൻ തുടങ്ങുന്നത്. ഇതുമൂലം പലപ്പോഴും ടെസ്റ്റ് ചെയ്യാനിടയായി. അങ്ങനെ ആ ടെസ്റ്റിലൂടെ നിക്കോള മനസ്സിലാക്കി അവൻ ക്യാൻസർ രോഗിയാണെന്ന്. പക്ഷേ ഇന്ന് ലോകത്തിൽ ഇങ്ങനൊരു മാരകാവസ്ഥ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ പലപ്പോഴും അദ്ദേഹം നഷ്ടധൈര്യനാകാനുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈശോയെ സ്നേഹിച്ച പുഞ്ചിരിക്കുന്ന സെമിനാരിക്കാരനായ നിക്കോള പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് പറഞ്ഞ് അവൻ അത് ഏറ്റെടുത്തു. അവൻ അതിലൊരിക്കലും പരാതിപ്പെട്ടില്ല. അവൻ എപ്പോഴും സന്തോഷഭരിതനായിരുന്നു. അങ്ങനെ ഒരു ദിവസം അധികാരികൾ അവനെ ലൂർദിലേക്ക് അയക്കാനായിട്ട് തീരുമാനിച്ചു. ലൂർദിൽ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചാണ് അവനെ അയക്കാനായിട്ട് തീരുമാനിച്ചത്. പോകുന്നതിന് മുമ്പ് അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള കൂട്ടുകാരൻ നിക്കോളയോട് പറഞ്ഞു, നിക്കോള, നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിൻ്റെ രോഗം സുഖമാകാനായിട്ട്. പക്ഷേ നിക്കോള പറഞ്ഞത് ഇപ്രകാരമാണ്. അവൻ പറഞ്ഞ ആ വാക്കുകൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പക്ഷേ എനിക്ക് സൗഖ്യം കിട്ടാനല്ല, ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിലൂടെ നിറവേറാനാണ്. അങ്ങനെ 1962 ക്യാൻസറിൻ്റേതായ ഒത്തിരി കൂടുതൽ ലക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതിനുശേഷം 1964 ജൂൺ 12 നിക്കോള ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അവൻ നമ്മളോട് പറഞ്ഞു വെച്ചൊരു കാര്യം ഇപ്രകാരമാണ്: ഏതൊരു സാഹചര്യത്തിലാണേലും നമ്മൾ ഈശോയെ സ്നേഹിക്കാൻ പഠിക്കണം. അതുമൂലം ഈശോ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ അറിയാനിടയാകട്ടെ. നിക്കോളയുടെ ജീവിതം വളരെ മനോഹരമായ ജീവിതമാണ്. ഏതൊരു സാഹചര്യത്തിലും അവൻ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. അതുകൊണ്ടാണ് സ്മൈലിംഗ് സെമിനാരിയൻ, പുഞ്ചിരിക്കുന്ന സെമിനാരിക്കാരൻ എന്നവൻ അറിയപ്പെട്ടത്. 2005 നിക്കോളയെ ദൈവദാസനായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ നിക്കോള ധന്യനായി പ്രഖ്യാപിക്കപ്പെട്ടു. അവൻ്റെ ജീവിതം വളരെ മനോഹരമായൊരു ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, നിക്കോളയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. അങ്ങനെ ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ എപ്പോഴും ദൈവഹിതന്മാരായാലും അതുപോലെ ആ സഹനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനുമായിട്ടുള്ള ആ കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.